അത്ഭുത നാരായണനെ കാണാൻ നമ്മൾ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. തൃക്കൊടിത്താനം ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ട്. ഇവിടെ നാരായണനെ അത്ഭുത നാരായണൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ? പഞ്ചപാണ്ഡവന്മാർ 5 പേരും പമ്പയിൽ കുളിച്ച് ദേവാരമൂർത്തികളെ പ്രതിഷ്ഠിച്ചു. എന്നാൽ സഹദേവന് മാത്രം വിഗ്രഹം കയ്യിലുണ്ടായിരുന്നില്ല. ഏറെ തപസ് ചെയ്തിട്ടും വിഗ്രഹം ലഭിച്ചതുമില്ല. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എല്ലാവരും. ഭഗവാനെ പോലും പ്രീതിപ്പെടുത്താൻ സാധിക്കാത്ത എനിക്ക് ഈ ജന്മം എന്തിന് എന്ന് ചിന്തിച്ചായിരിക്കണം സഹദേവൻ ആത്മാഹുതി ചെയ്യാനൊരുങ്ങി. ഒരാഴി ഒരുക്കി അതിലേക്ക് ചാടാനൊരുങ്ങി. ചാടിയ സമയത്ത് അഗ്നിയിൽ നിന്ന് ഒരു വിഗ്രഹം ഉയർന്നു വന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ വിഗ്രഹം അത്ഭുത നാരായണൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വിഗ്രഹം കിട്ടിയതോടെ സർവ്വ ഊർജവും വീണ്ടെടുത്ത് പ്രതിഷ്ഠ നടത്തി എന്നാണ് ഐതിഹ്യം. ഇത് ക്ഷേത്രത്തിലെ ഗോശാലയാണ്. അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹമാണ് ഇവിടെ. ഭഗവാൻ ഇവിടെ ലക്ഷ്മി സമേതനായാണ് കുടികൊള്ളുന്നത്. ഉപദേവന്മാരിൽ നാഗദൈവങ്ങളുമുണ്ട്. ക്ഷേത്രത്തിൽ 2 കൊടിമരങ്ങളാണുള്ളത്. കിഴക്കേ നടയിൽ മഹാവിഷ്ണുവിനും പടിഞ്ഞാറേ നടയിൽ നരസിംഹമൂർത്തിക്കുമായിട്ടാണ് ഈ കൊടിമരങ്ങൾ പണിയെഴുപ്പിച്ചിട്ടുള്ളത്. കിഴക്കേ നടയിൽ 8 അടിയോളമുള്ള പ്രധാന ബലിക്കൽ പുരയും കാണാം. ഉപദേവന്മാരായി അഷ്ടദിക്പാലകർ, സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, നിർമാല്യധാരി, ബ്രഹ്മാവ്, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവരാണ് ഉള്ളത്. വൃശ്ചിക മാസത്തിലെ തിരുവോണം നാളിൽ തുടങ്ങി 9 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്തുന്നത്. അതിമനോഹരമായ ചുവർചിത്രങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്യപ്പെട്ടതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. ഈ ചുവർചിത്രങ്ങൾ കാണുന്നതിനും പഠിക്കുന്നതിനുമായി ഇവിടെ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നുണ്ട്. തൃക്കൊടിത്താനത്ത് നിന്ന് നമ്മൾ തൊഴുതിറങ്ങുമ്പോൾ പഞ്ചപാണ്ഡവ ദർശനം എന്ന മഹാപുണ്യകർമ്മം പൂർത്തിയാവുന്നു. ഹൃദയത്തിൽ ഭക്തിയുടെ നിറവോടെ